കേരള കോൺഗ്രസ് പാർട്ടി ഇതിൻ്റെ പേരിലൊരു ഔദ്യോഗിക മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. പാർട്ടി ഇതുവരെ നേതൃനിരയിൽ മീറ്റിംഗ് വിളിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, നമ്മൾ മദ്യനയം എന്ത് വേണേലും ആയിക്കോട്ടെ, ഈ നാട്ടിൽ മദ്യപാനം കൊണ്ടുള്ള വിപത്തുകൾ ഒഴിവാക്കാൻ വേണ്ടി പൊതുവായ ബോധവൽക്കരണം വേണ്ടത്. എന്താണ് റെസ്പോൺസിബിൾ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ എന്നുള്ളത് ജനങ്ങളെ, അത് ചെറുപ്രായത്തിൽ തന്നെ ഈ ആ പ്രായപൂർത്തിയായി വരുന്ന സമയത്ത് തന്നെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് മുഴുകുടിയനായ ആളെ പോയി ഉപദേശിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സാമുദായികമായ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ഒരു മാറ്റം നമുക്ക് വരുത്തണമെങ്കിൽ അതിന് ബോധവൽക്കരണം, പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് റെസ്പോൺസിബിൾ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, അതാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത്. അപ്പം മദ്യനയം എന്തായാലും, മദ്യനയം തിരിച്ചാണേലും മറിച്ചാണേലും ഒരു അഡിക്റ്റഡായി നിൽക്കുന്ന ആളുകൾ അത് കൺസംഷൻ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ബോധവൽക്കരണമാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം. നിങ്ങളെ ഒരു കാര്യം ആലോചിക്കേണ്ടതേ, നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ അകത്ത് കിടന്ന് നോക്കുന്നത്, ഒരു 40 ദിവസം മുമ്പുള്ള കേരളവും ഇപ്പോഴത്തെ കേരളവുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഇന്ന് നമ്മുടെ ആശാവർക്കന്മാർ 3000 രൂപ അധികം ഓണറേറിയം മേടിക്കുന്നു. ഇന്ന് നമ്മുടെ വനിതകൾ ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ട് ഓർഡിനറി ബസ്സിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നു. ആദ്യമായിട്ടൊരു വനമന്ത്രി കേരളത്തിലെ വനവിസ്തൃതി കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, സെൻസസ് എടുക്കാൻ പോകുന്നു, വേണമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുമെന്ന് പറയുന്നു. ഭൂപതിവ് ചട്ടം മാറ്റി എഴുതുമെന്ന് പറയുന്നു. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് പറയുന്നു. ഇതുവരെ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങൾക്കും ഉപാധി രഹിതമായി ക്രമവൽക്കരിച്ച് കൊടുക്കുമെന്ന് പറയുന്നു. കേരളത്തിൽ ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുമ്പോൾ ഇങ്ങനെ മറ്റ് എവിടെയെങ്കിലും ചകഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന പരിപാടി, എത്ര നല്ല കാര്യങ്ങളാണ് നമ്മുടെ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ചത്. ഇതൊക്കെ മുന്നണിയിൽ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്, വിഷയമുണ്ടെങ്കിൽ ആ വിഷയം അത് അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കപ്പെടും. അതിനുള്ള ആർജവമുള്ള, അതിനുള്ള കെൽപ്പുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രജി ചെറിയാൻ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇരുന്നപ്പോൾ പറഞ്ഞത് ഒരു കാരണവശാലും കൊടുക്കില്ലെന്നാണ്. അല്ല, അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിന്ന് എത്രയോ നല്ല കാര്യങ്ങൾ ഈ നാട് സംഭവിക്കുന്നു, എത്രയോ നല്ല പുതിയ പോളിസികൾ, പുരോഗമനമായ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കേരളത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ബജറ്റിൽ പറയുന്നു, പ്രസ്താവിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അത് ആ MLA പറഞ്ഞിട്ടുണ്ട്, അതിലൊരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിച്ച് പറയാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതൊരു ഞാൻ പറയുന്നില്ലേ, ഇപ്പം ഒരു 100-200 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും മനുഷ്യരല്ലേ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതൊക്കെ പറ്റും. അതൊക്കെ നമ്മൾ ഈ നമ്മുടെ പൊതുവായ ഒരു ഒരു ചിത്രത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു വികസന കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയധികം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ നമ്മളൊരു 50 വർഷം മുന്നോട്ട് കണ്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചൊരു ബജറ്റൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇളക്കി വിട്ട് സർക്കാരിൻ്റെ ശോഭ കെടുത്തുക എന്നുള്ളത് എതിരാളികളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. അതൊക്കെ ചില കാര്യങ്ങൾ അറിയാം, നമ്മളത് അതിനുള്ള പ്രാധാന്യമേ കൊടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് തീർച്ചയായിട്ടും അത് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. അവരുടെ ജനപ്രതിനിധി എന്ന രീതിയിൽ അവിടുത്തെ MLA അത് നിയമസഭയിൽ പറയുകയും ചെയ്തു. അപ്പം അതിനുശേഷം നടന്ന കാര്യങ്ങൾ അപ്പം നമുക്കറിയാലോ എന്താ സംഭവിച്ചതെന്ന്. അത്രയുള്ള കാര്യങ്ങൾ. അല്ല, മുഖ്യമന്ത്രിയുടെ പോസിറ്റീവ് സൈഡെന്നല്ല, മുഖ്യമന്ത്രിക്ക് ധാരാളം ഒരു 95% പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ പുള്ളി പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അല്ല, ഇതിപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അദ്ദേഹം ആ ആവശ്യത്തിനുള്ള പരസ്യമായ നിലപാട് അദ്ദേഹം എടുത്തതെന്താണ്, ആ കാര്യം നമ്മൾ പ്രശ്നം പഠിച്ച് പരിഹരിക്കുക എന്ന് തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. ഞാനും ഇപ്പം എന്ത് പറയുന്നത്, ഞാനും അത് കേട്ടതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിയമസഭയിൽ. അങ്ങനെ ഔട്ട്റൈറ്റായിട്ട് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുമാണല്ലോ പറയാം.
അതെ. അത് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ? അത് പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത്. ഞാനൊക്കെ ആളുകളോട് വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയും, നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ വ്യക്തിപരമായ ആളോട് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കണ്ട ഇതിനെ നമ്മളെ ആവശ്യമില്ല. നമ്മളെ ഈ കോപ്പയിലെ കൊടുങ്കാട്ടെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ കേരളം ഓടുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കുഴപ്പം. നമ്മൾ ഇവിടെ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ? അതിനുള്ള യുക്തിപരം അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്കും കഴിവുണ്ട്, നമ്മുടെ MLAക്കും കഴിവുണ്ട്. അതൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളെ എപ്പോഴും നമ്മൾ ലാർജർ പിക്ചർ കാണുക, ബിഗർ പിക്ചർ കാണുക. നമ്മുടെ കേരളത്തിന് നിന്ന് ആവശ്യം മുന്നോട്ട് ഇവിടുന്ന് ഈ യുവാക്കളെല്ലാം കേരളത്തിൽ നിന്ന് പലായനം ചെയ്ത് പോയിരിക്കുന്നത്. നമ്മളിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പദ്ധതികളൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഞാൻ പറയുന്ന ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.